Zara Gold Diamonds and Platinum CPA Complex CPA Junction Edavanna Sigma Electronics Gallery എടവണ്ണപ്പാറ അരീക്കോട് മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ 22 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ. സാംസ്കാരിക കേരളം എങ്ങനെ ചിന്തിക്കുന്നു എന്ന വിഷയത്തിൽ പുരോഗമന കലാസാഹിത്യ സംഘം വണ്ടൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെമിനാറും MT വാസുദേവൻ നായർ അനുസ്മരണവും നടത്തി. എടവണ്ണ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ പ്രൊഫസർ MM നാരായണൻ പ്രഭാഷണം നടത്തി. സംസ്കാരമാണ് ജനകീയ മുന്നേറ്റങ്ങളുടെ ചാലകശക്തിയെന്നും സംസ്കാരം ഇന്ന് വ്യവസായമായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. സാംസ്കാരിക മേഖലയെ മൂലധന ശക്തികൾ പലവിധ കുതന്ത്രങ്ങളാൽ തട്ടിയെടുത്തിരിക്കുന്നു. ആതിഥ്യ മര്യാദ പോലും വ്യവസായമായി മാറിയ കാലമാണിതെന്നും പ്രൊഫസർ MM നാരായണൻ ഓർമ്മപ്പെടുത്തി. ഇവിടെ എന്നല്ല, എവിടെ സമൂഹം രണ്ട് മഹാവിഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന് ഉള്ളവർ, മറ്റൊന്ന് ഇല്ലാത്തവർ. ഉള്ളവർ എന്ന് പറഞ്ഞാൽ എന്താണുള്ളത്? ഉള്ളവരുടെ കയ്യിൽ സമ്പത്തുണ്ട്, ആ സമ്പത്ത് സംരക്ഷിക്കാനുള്ള അധികാരമുണ്ട്. ഇല്ലാത്തവരുടെ കയ്യിലോ എന്താ ഇല്ലാത്തത്? സമ്പത്തുമില്ല, അധികാരവും. എന്നാൽ സമ്പത്തും അധികാരവും മാത്രമല്ല മനുഷ്യനുള്ളത്. മൂന്നാമതൊരു വിധാനം കൂടി മനുഷ്യ ജീവിതത്തിലുണ്ട്. അതിനെ നമ്മൾ സംസ്കാരം എന്ന് സാമാന്യമായിട്ട് പറയും. ഈ സംസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ? സമ്പത്തും അധികാരവും ഉള്ളവരുമുണ്ട്, ഇല്ലാത്തവരും. എന്നാൽ സംസ്കാരം ഇല്ലാത്തവർ ഇല്ല. എല്ലാവർക്കും സംസ്കാരം ഉണ്ട്. മനുഷ്യ ജനുസിൻ്റെ ഒരടയാളമാണ് സംസ്കാരം. ഇപ്പോൾ മനുഷ്യനാണെങ്കിൽ സംസ്കാരം ഉണ്ട്. ഈ സംസ്കാരത്തെ അധികാരവും സമ്പത്തും കൈയടക്കി വെച്ചിട്ടുള്ള ആളുകൾ ഈ എല്ലാവരുടെ കയ്യിലുമുള്ള എല്ലാവരും പങ്കാളിത്തം വഹിക്കുന്ന സംസ്കാരത്തെ, പൊതു ഉടമയിലുള്ള സംസ്കാരത്തെ, ഈ അധികാരവും സമ്പത്തും നിലനിർത്താനും അതിനെ ശക്തിപ്പെടുത്താനും വേണ്ടി പ്രയോജനപ്പെടുത്തുക എന്നത് ചരിത്രത്തിൽ പലപ്പോഴും നടന്നിട്ടുണ്ട്. എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. പുകസ ജില്ലാ സെക്രട്ടറി അസീസ് തുവൂർ, വണ്ടൂർ മേഖലാ സെക്രട്ടറി ദിജി ചാലപ്പുറം, പ്രസിഡന്റ് ശോഭ കുന്നുമ്മൽ എന്നിവർ സംസാരിച്ചു. സാംസ്കാരിക കേരളം എങ്ങനെ ചിന്തിക്കുന്നു എന്ന വിഷയത്തിൽ മുതിർന്നവർക്കായി നടത്തിയ ഉപന്യാസ മത്സരത്തിൽ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടിയ PK അഞ്ജലി കൃഷ്ണൻ, C. രതീഷ്, CK ശ്രീധരൻ എന്നിവർക്കും 20 വയസ്സിന് താഴെയുള്ളവരുടെ വിഭാഗത്തിൽ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടിയ AC കൃഷ്ണ, അഷ്ടമി, K. നിവേദിത എന്നിവർക്കും ഉപഹാരങ്ങൾ സമർപ്പിച്ചു. PK അഞ്ജലി കൃഷ്ണൻ, സിന്ധു, ശോഭ തിരുവാലി എന്നിവർ കവിതാലാപനം നടത്തി. ചുംബനത്തിൽ തന്നെ പൂത്തുവിടർന്നു പോയ രാമന്റെ കണ്ണുകൾ, ആദ്യത്തെ മാദക ചുംബനത്തിൽ തന്നെ പൂത്തുവിടർന്നു പോയ രാമന്റെ കണ്ണുകൾ. MTയെ അനുസ്മരിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ദൗത്യം. നമുക്കറിയാം, കേരളത്തിൻ്റെ, മലയാളത്തിൻ്റെ അന്തരീക്ഷങ്ങളിലാകെ MT നിറഞ്ഞു നിൽക്കുന്നു. നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ പ്രചരിപ്പിക്കപ്പെട്ട സുധിയുടെ ഒരു കാർട്ടൂൺ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കേരളത്തിൻ്റെ ആകാശങ്ങളിലേക്ക് ഉയർന്ന് നിൽക്കുന്ന MTയുടെ വെറുമൊരു വരയിലൊതുക്കുന്ന ഒരു കാരിക്കേച്ചർ. ആ കാരിക്കേച്ചറിൻ്റെ രൂപകൽപ്പനയെ സാർത്ഥകമാക്കുന്ന തരത്തിലേക്കുള്ള
മലയാളിയുടെ മനസ്സിൽ MT മയമായിരിക്കുന്ന ദിനങ്ങളിലാണ്. ആയിരക്കണക്കിന് യോഗങ്ങളിലാണ് MT സ്മരിക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഓരോ മലയാളിയുടെയും മനസ്സിൽ വ്യത്യസ്തമായ ഭാവുകത്വങ്ങൾ പകർന്ന MT മരിക്കാതെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സായാഹ്നത്തിലാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. Zara Gold Diamonds and Platinum CPA Complex CPA Junction എടവണ്ണ. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി എടവണ്ണ, എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. 22 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ, എടവണ്ണ.